എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിലെ ചില തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ശിവരാത്രിയെക്കുറിച്ചുള്ള ശരിയായ ധാരണ നമ്മൾ മനസ്സിൽ കുറിച്ചു വയ്ക്കാൻ പോവുകയാണ്. എന്താണ് ആ ശരിയായ ധാരണ എന്ന് ചോദിച്ചാൽ, ഇതുവരെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിലല്ല കാര്യം, ഇനി നിങ്ങൾ എങ്ങനെയാകും എന്നതിലാണ് അതിൻ്റെ ആ ഒരു ടേണിംഗ് പോയിൻ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്തെന്നാൽ, ഈ ഒരു ധാരണ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കൽപ്പാന്ത കാലത്തോളം തൻ്റെ ഭക്തരെ കാത്തു രക്ഷിക്കുന്ന ആ മഹാദേവൻ്റെ സ്വന്തം രാത്രി എന്നറിയപ്പെടുന്ന ശിവരാത്രിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. അതായത്, എന്താണ് ശിവരാത്രി എന്ന് നിങ്ങളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് എന്തുത്തരം കൊടുക്കും എന്നതാണ് ആ ഒരു ചോദ്യം. ഇവിടെ ഭൂരിഭാഗം ആളുകളും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധ്യതയുള്ളത് ഐതിഹ്യപ്രകാരമുള്ള ഉത്തരമായിരിക്കും. അതായത്, ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം ചെയ്തപ്പോൾ സമുദ്രത്തിൽ നിന്നും ഹലാഹല വിഷം അഥവാ കാളകൂടാ വിഷം പുറത്തേക്ക് വന്നു. ആ കൊടിയ വിഷം എവിടെ വീഴുന്നുവോ അവിടം നശിക്കും. അതിനാൽ ഭഗവാൻ ആ കാളകൂടാ വിഷം സേവിച്ചു. ഉടനെ തന്നെ പാർവതി ദേവി ഭഗവാന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. കാരണം വിഷം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അപകടമാണ്. എന്നാൽ ഇത് കണ്ട മഹാവിഷ്ണു ഒരൊറ്റ കുതിപ്പിന് അവിടെ പാഞ്ഞെത്തി മഹാദേവൻ്റെ വായും പൊത്തിപ്പിടിച്ചു. കാരണം ഭഗവാൻ ഈ വിഷം പുറത്തേക്ക് തുപ്പിയാൽ ഭൂമി നശിക്കും. അതോടുകൂടി വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ അങ്ങോട്ട് തങ്ങി നിന്നു. ഇങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന ആ ഒരു പേരുണ്ടായത്. കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഐതിഹ്യങ്ങളിലും അമ്മൂമ്മ കഥകളിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ അതിലെ ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉറപ്പായും പകർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഐതിഹ്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഈ ശിവരാത്രി ദിവസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി എങ്ങനെ അത് വിനിയോഗിക്കാം എന്ന് ഒന്ന് നോക്കാം. നിങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, തിരുമേനി, എനിക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. എല്ലാ ദിവസവും രോഗങ്ങളായിട്ടും കടങ്ങളായിട്ടും ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ ഈ ശിവരാത്രി ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനുത്തരം കൊടുക്കും. ഈ ശിവരാത്രി എന്ന ഈ ഒരു രാത്രി നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള സർവ്വവിധ വ്യവഹാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. എന്നിട്ട് മനസ്സ് ഏകാഗ്രമാക്കി പരമശിവനിൽ സമർപ്പിക്കുക. അത്ര തന്നെ. ഇതെങ്ങനെ വേണമെന്ന് പിന്നാലെ പറയാം. എന്നാലും ഒരു കാര്യം ആദ്യമേ തന്നെ ഇവിടെ ഒന്ന് ഉറപ്പിച്ച് പറയാം. അതായത്, ഈ വൈഷ്ണവം, ശൈവം, ശാക്തേയം ഈ 3 ദേവതാ സ്വരൂപങ്ങളെയും നമ്മൾ 3 രീതിയിലാണ് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 വ്യത്യസ്ത രീതിയിലുള്ള പൂജകളാണ് നമ്മൾ അർപ്പിക്കുന്നത്. കാരണം ഇത് 3 സ്വഭാവ പ്രകൃതമുള്ളവരാണ്. ഇവരുടെ ഭക്തരും അങ്ങനെ തന്നെയായിരിക്കും. അതായത്, ഈ വിഷ്ണുവിനെ ഇഷ്ടദൈവമായി കരുതുന്നവർ വൈഷ്ണവ സ്വഭാവമുള്ളവരും ശിവനെ ഇഷ്ടദൈവമായിട്ട് കരുതുന്നവർ ശൈവ സ്വഭാവമുള്ളവരും ഭഗവതിയെ ഇഷ്ടദൈവമായിട്ട് കരുതുന്നവർ ശാക്തേയ സ്വഭാവമുള്ളവരുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, നിങ്ങളുടെ മൊത്തം സ്വഭാവങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അത് നിങ്ങൾ എന്തിനോടാണോ ഒട്ടി നിൽക്കുന്നത് ആ സ്വഭാവം അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. അതായത്, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുക, മറ്റ് ഇടപാടുകൾ നടത്തുക, ഒട്ടുമിക്ക എല്ലാ വ്യവഹാരങ്ങളിലും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ശിവഭക്തർക്ക് അത്യപൂർവമായി വീണ് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഈ ശിവരാത്രി എന്ന പേരിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കാരണം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അത്രയ്ക്കധികം വലുതാണ്. ഈ പ്രകൃതി പോലും നിശ്ചലമാകുന്ന ഒരു രാത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ശിവരാത്രിയെ വിശേഷിപ്പിക്കാം. ഇതിലേക്ക് വരാം. ആദ്യം നമുക്ക് നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്
നമുക്കൊന്ന് നോക്കാം. അതായത് ഇവിടെ വരുന്ന ഭൂരിഭാഗം മെസ്സേജുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് കഠിനമായ സാമ്പത്തിക പരാധീനതയിൽ കൂടി അല്ലെങ്കിൽ അതികഠിനമായ ബുദ്ധിമുട്ടിലൂടെയാണ് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. അതുപോലെ തന്നെ തീരാത്ത രോഗദുരിതങ്ങൾ വളരെ നാളുകളായിട്ട് അനുഭവിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അത് മാത്രവുമല്ല, കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളും അശാന്തിയും വിട്ടുമാറാതെ അത് നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പെന്ന പോലെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഈ മഹാശിവരാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറുന്നത്. ഇതെങ്ങനെ വഴിത്തിരിവായി മാറും എന്ന് ചോദിച്ചാൽ, ഓം നമ ശിവായ എന്ന അക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാശക്തി അഥവാ മഹാദേവൻ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടി കടന്നെത്തുന്ന രാത്രിയാണ് ഈ പറഞ്ഞ ശിവരാത്രിയായിട്ട് നിങ്ങൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദിവ്യാധികളും കണ്ണീരും ഈ ഒരു രാത്രി കൊണ്ട് അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഇതിൽ പറയാൻ പോകുന്നത് പോലെ കൃത്യമായി നിങ്ങൾക്ക് അന്നേ ദിവസം നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താനായാൽ യാതൊരു സംശയവും വേണ്ട, ഭഗവാന്റെ ശക്തി കണ്ട് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അങ്ങോട്ട് ഒരു ഉറക്കമൊഴിയുന്ന ഒരു രാത്രി എന്ന നിലയിലല്ല നിങ്ങൾ ഈ ശിവരാത്രിയെ കാണേണ്ടത്. പകരം അത് നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെയും ശരീരത്തിലെ രോഗങ്ങളെയും അതോടൊപ്പം നമ്മുടെ നിത്യജീവിതത്തിലെ സാമ്പത്തിക പരാധീനതകളെയും പുറത്താക്കി നമ്മളെ ഉടച്ചു വാർക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രാത്രിയാണ് ഈ പറഞ്ഞ ശിവരാത്രി എന്ന നിലയിൽ നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, മറ്റാരും നിങ്ങളെ സഹായിക്കാനില്ല. ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന് യാതൊരുവിധ രൂപരേഖയും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നാളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ വലിയ ആധി ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ കലുഷിതമായിരിക്കുന്നതെങ്കിൽ ഭഗവാൻ പരമശിവൻ നിങ്ങൾക്കായി കാവലുണ്ട് എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ വിധിയെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല. മക്കളുടെ ഭാവി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടേണ്ടതുമില്ല. കടബാധിതകൾ അല്ലെങ്കിൽ മാറാരോഗങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അതോർത്തും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. മഹാദേവൻ കൂടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കഷ്ടനഷ്ടങ്ങളും മാറി സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൈവന്നിരിക്കും. പറയാൻ കാരണം, ഈ രാത്രിയിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ തുള്ളി ജലവും അല്ലെങ്കിൽ ഓരോ കൂവളത്തിലെയും ഭഗവാൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങൾ മായ്ക്കാനാണ്. അതിനാൽ അടിയുറച്ച വിശ്വാസത്തോടെ ഭഗവാനിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതായത് വരും ദിവസങ്ങളിൽ അല്പാൽപമായിട്ടാണെങ്കിൽ പോലും പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും. പ്രത്യേകം ഓർക്കുക, ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ശാസ്ത്രം കൊണ്ടല്ല, അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഇനി അടുത്തത്, എന്താണ് നിങ്ങൾ ശിവരാത്രി നാളിൽ ചെയ്യേണ്ടത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇത് ശിവരാത്രിക്കും ഒരാഴ്ച മുൻപേ ഇവിടെ ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങളുടേതായ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരണം. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഈ വരാൻ പോകുന്ന ശിവരാത്രി. എന്നിട്ട് ദൃഢമായ രീതിയിൽ അന്നത്തെ ദിവസം സർവ്വ തിരക്കുകളും നിങ്ങൾ ഒഴിവാക്കി ഭഗവാന് വേണ്ടി അന്നത്തെ ആ ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം. ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സ് ശുദ്ധമാക്കുക. അതായത് മറ്റാരോടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഭഗവാനിൽ മനസ്സ് ലയിപ്പിക്കുക. രണ്ടാമത്തേത് കൂവളാർച്ചന. ഒരു കൂവളത്തിലെയെങ്കിലും ഭക്തിയോടുകൂടി ഭഗവാന് അർപ്പിക്കുക. അത് നിങ്ങളുടെ ജന്മജന്മാന്തര പാപങ്ങളെ ഉറപ്പായും കഴുകിക്കളഞ്ഞിരിക്കും. ഒരു പക്ഷേ കൂവളത്തിൻ്റെ ഇല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ലഭ്യമല്ലെങ്കിൽ ഒരു കുടന്ന ചെത്തിപ്പൂവ് ഭഗവാന് സമർപ്പിക്കുക. അതിനിപ്പോൾ ഇതും നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ, പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് വിദേശത്തിരുന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതൊന്നും സാധിച്ചേക്കും എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു രുദ്രാക്ഷമാല കയ്യിൽ കരുതിയാൽ മാത്രം മതി. അതിനോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ അത് നിങ്ങൾ ആവർത്തിച്ച് ജപിക്കുക. ഇതിന് ഇത്ര സംഖ്യ എന്നുള്ള ആ ഒരു കണക്ക് അത്ര ഒരു
ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് നിറയുന്നത് എപ്പോഴോ അതുവരെ ജപിക്കുക. അതായത് ഒന്നില്ലെങ്കിൽ ഒരു 108 അല്ലെങ്കിൽ ഒരു 1008 ആവർത്തിച്ച് ആ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ജപിച്ചു തീർക്കുക. പറയാൻ കാരണം ഈ പഞ്ചാക്ഷരി ഇത് വെറും ഒരു മന്ത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ താളമാണ് ഈ പറഞ്ഞ ഓങ്കാരമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിൽ കുറിച്ച് വയ്ക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം അത് 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, പടിയിറങ്ങിപ്പോയ ആ ഭാഗ്യം, അതായത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ട, നിങ്ങൾക്കായി ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ആ ഭാഗ്യങ്ങൾ, നഷ്ടപ്പെട്ട ആ ഭാഗ്യങ്ങൾ, അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭഗവാനിലൂടെ തിരിച്ചു വരുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ ആദികളും വ്യാധികളും ഇതോടുകൂടി അവസാനിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമ്മുടെ പൂജാ കാര്യങ്ങളിലേക്ക് കടന്നാൽ, ശിവരാത്രി ദിവസം നമ്മളിവിടെ രുദ്രാഭിഷേകം എന്ന മഹാപൂജ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് പങ്കുകൊള്ളാനായാൽ ഇതിലും വലിയൊരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. നിങ്ങൾ എത്ര വലിയ തെറ്റുകളോ പാപങ്ങളോ അതിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾ ഈ പൂജയിലേക്ക് അങ്ങോട്ട് ഉൾപ്പെടുന്നതോടുകൂടി ഭസ്മമായി പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ആധിക്യം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതാണ് ഈ പറഞ്ഞ ഭസ്മമായി പോകും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ചുരുക്കം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.